ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന അദൃശ്യമായ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജം. ശൂന്യാകാശമെന്ന് നമ്മൾ പറയുന്നത് ശരിക്കും ശൂന്യാകാശമേ അല്ല, ഇവിടെ ശൂന്യത എന്നൊന്നില്ല. ശൂന്യതയായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ഈ നെഗറ്റീവ് എനർജിയാണ്. 1930കളിൽ പോൾ ഡൈറാക്കാണ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയെയും ക്വാണ്ടം ഫിസിക്സിനെയും ഒന്നിപ്പിച്ച് ഇങ്ങനെയുള്ള ഒരു ആശയം ഉണ്ടാക്കിയെടുത്തത്. ഈ തിയറി അറിയപ്പെടുന്നത് ഡൈറാക്സ് സീ ഓഫ് നെഗറ്റീവ് എനർജി എന്ന പേരിലാണ്. ഈ തിയറിയുടെ സഹായത്താലാണ് 1932 കാൾ ആൻഡേഴ്സൺ പൊസിട്രോൺ കണ്ടെത്തുന്നത്. പൊസിട്രോൺ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ പോലെ തന്നെയാണ്. ഇലക്ട്രോണിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഈ പൊസിട്രോണുണ്ട്, പക്ഷേ ചാർജ് മാത്രം വ്യത്യാസമാണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ പൊസിട്രോണ് പോസിറ്റീവ് ചാർജാണ്. പൊസിട്രോൺ എന്ന് പറയുന്നത് ആൻറ്റി മാറ്ററാണ്, ഇലക്ട്രോൺ എന്ന് പറയുന്നത് മാറ്ററാണ്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ നെഗറ്റീവ് എനർജിയെ റീപ്ലേസ് ചെയ്ത് വാക്യൂം വന്നു. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് വാക്യൂമാണ്. പക്ഷേ വാക്യൂം എന്ന് പറയുന്നത് ഒന്നുമില്ലായ്മയല്ല, അത് ശൂന്യതയല്ല. അവിടെ അടിക്കടി ഈ പറയപ്പെടുന്ന മാറ്ററും ആൻറ്റി മാറ്ററും ഉണ്ടായി വരുന്നുണ്ട്. അത് പരസ്പരം കൂടിച്ചേർന്ന് അൻഹിലേഷൻ അല്ലെങ്കിൽ ഉന്മൂലനം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെടുന്നുമുണ്ട്. അത് ഉണ്ടാകുന്നു, ഉന്മൂലനത്തിലൂടെ നശിപ്പിക്കപ്പെടുന്നു, വീണ്ടും ഉണ്ടാകുന്നു, വീണ്ടും നശിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഉണ്ടാവുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രതലമാണ് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ സ്പേസ് അല്ലെങ്കിൽ ശൂന്യാകാശം. ഇത്തരത്തിലുള്ള ശാസ്ത്ര വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.